പവർഫുൾ. അടിപൊളി. അവിടെ സ്റ്റോപ്പ് ഉണ്ടോ? അയ്യോ സോറി എന്ന് അവള് വീണിട്ട്. വൈകി ഒന്നും കൂടി കളിക്കണം, ക്യാമറ കിട്ടിയില്ല. എങ്ങനെ ഒരടിയിൽ അടിക്കാൻ ഒത്തത്? എങ്ങനെ പൊട്ടിച്ചു അത്? അത് കോൺസെൻട്രേഷൻ. അതിനാന്ന് വെച്ചാൽ ചെന്നൈയിലെ അണ്ടി ഓഫീസറായിരുന്നു പുള്ളിക്കാരത്തേക്ക് പരിപാടി. പറഞ്ഞോളൂ. ശാരദ കഴിച്ചോന്ന്. ശാരദ കഴിച്ചോ? ഓ ഞാൻ പറയില്ല. ഞാനതങ്ങനെ പറയും. ഞാൻ എങ്ങനെ പറയത്? കണ്ടല്ലേ ശാരദ. ആരാ? ശാരദ. ശാന്തയോ? ഫുള്ളായിട്ട് ഫുൾ. ശാരദ കാണിച്ചോ? ശീലം എങ്ങനെയാ നന്നായിട്ട് കുക്ക് ചെയ്യാം? ജീവിക്കാൻ വേണ്ടി കുറച്ചൊക്കെ അറിയാം. എന്താ നമ്മുടെ മാസ്റ്റർ പീസ്? പായ എന്നൊരു സാധനമുണ്ട്, പായ. ഞങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷെ തലേണയും കൂടെ ഉണ്ട്. വീട്ടിലുള്ള ഒരു ദിവസം ഷീലാമ്മയുടെ ഒരു റുട്ടീൻ എങ്ങനെയായിരിക്കും? ചെന്നൈയിൽ ഒരു ദിവസം വർക്ക് ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കാലത്ത് ആര് വന്നാലും റൊട്ടിയായിട്ട് വരും. എപ്പോഴും അതെ. ഷീലാമ്മേ പ്രശ്നമാണോ ചോദ്യം? ടീമേ ഷീലാമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വെറുതെ പറഞ്ഞോളൂ വേഗം. അപ്പൊ ഈ പാട്ട് ഷീലാമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പോയി ആ കസാരക്ക് വേണ്ടി ഡെഡിക്കേറ്റ്. അല്ലല്ല പിന്നെ നിനക്ക് അത്ര കണ്ടോണ്ടോ? ശീലാമ്മ അവിടെ നോക്കിയാണ്. ടീമേ ഏത് പാട്ടാ? ഷീലാമ്മക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? അവിടെ ആരുമില്ല. ആക്ട് ചെയ്യാൻ പറഞ്ഞു, ആക്ട് ചെയ്യാനല്ലേ. അതിപ്പോ സിനിമയിലാണെങ്കിലും അങ്ങനെയല്ലേ, എഡിറ്റ് ചെയ്യുമ്പോ കാണിച്ചോളും ഷീലാമ്മ. ഈ സെഗ്മെന്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷീലാമ്മ ഇപ്പൊ ആ സീറ്റിലില്ല. അപ്പോ നമ്മൾ എഡിറ്റ് ചെയ്തിടും. ടീം പാടിക്കോളൂ. ശരിക്കും അതുകൊണ്ടല്ല ലക്ഷ്മി കള്ളം പറയരുത്. ബിനീഷ് പാട്ട് പാടുവന്ന് പാട്ട് പാടാൻ പോകുന്നു പറഞ്ഞു. പേയ്മെന്റ് പോലും വേണ്ടെന്ന് പറഞ്ഞ ഒരു കാറ് കയറി പൊടി പുറത്തേക്ക് ചേച്ചിയായിട്ട് സുധിക്കൊരു കോംബോ പ്ലാൻ ചെയ്താൽ നിങ്ങൾ തമ്മിൽ നല്ല കോംബോ. ഒരുമിച്ച് പഠിച്ചതല്ലേ നിങ്ങള്? അതെങ്ങനെയാണ്? ഞാനും അവനും ഒരുമിച്ച് പഠിച്ചത്. നീയും ഞാനല്ലോ 1ാം ക്ലാസ്സിൽ. ചേച്ചി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അയ്യോ പിന്നെ നീ അങ്ങ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകരയല്ലേ പാവം കുഞ്ഞു. എനിക്ക് കള്ളം പറഞ്ഞിട്ടുള്ള 5 പൈസ എന്റെ മക്കളുടെ വയറ്റിൽ ചെല്ലരുത് എന്നും പറഞ്ഞ് അവര് പോയി.